നമുക്ക് ഈ ഈസ്റ്ററിനും വിഷുവിനും നമുക്ക് നല്ലൊരു മധുര ക്യാരറ്റ് കൊണ്ടുണ്ടാക്കിയാലോ. ക്യാരറ്റ് ബോയിൽ ചെയ്തതിന് ശേഷം ഇതുപോലെ റൗണ്ടാക്കി കട്ട് ചെയ്യുക. കട്ട് ചെയ്തതിന് ശേഷം മിക്സിയിലേക്ക് ഇട്ട് കൊടുത്ത് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒരു 1/4 ഗ്ലാസോളം പാലും ഇട്ട് നന്നായിട്ട് ഫൈനായിട്ട് അരച്ചെടുക്കുക കേട്ടോ. പിന്നീട് ഒരു പാൻ എടുത്ത് അതിലേക്ക് നെയ്യ് ഇട്ട് ഒഴിച്ച് മെൽറ്റായതിനു ശേഷം ഈ അരച്ച് വെച്ചിരിക്കുന്നത് കുറച്ച് പാൽ ചേർത്ത് മിക്സിയുടെ ജാറും കൂടെ കഴുകി ഇതിലേക്ക് ഒഴിക്കുക കേട്ടോ. അതൊന്ന് തിള വന്ന് ചൂടായതിനു ശേഷം നമുക്ക് അതിന് മധുരവും എല്ലാം ബാലൻസ് ചെയ്യാണ്ട് പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് ഒരു 1/4 ഗ്ലാസ് ചെറിയ ഗ്ലാസ്സിന് അല്പാൽപമായിട്ട് മൈദ ഇട്ട് കൊടുക്കുക. റവ ഇട്ട് കൊടുക്കുക. മൈദയല്ല, റവ അല്പാൽപമായിട്ട് ഇട്ട് കൊടുക്കുക. റവ വീർത്ത് വരും ചൂടായി കഴിയുമ്പോഴത്തേനും. അപ്പോൾ അത് കുറേശ്ശെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ടൈറ്റായി ഇതുപോലെ പാനിൽ നിന്ന് വിട്ട് വരുന്നൊരു പാകമാകുമ്പോഴത്തേനും നമുക്ക് തീ ഓഫ് ചെയ്ത് നമുക്ക് നന്നായിട്ടൊരു വട്ടമുള്ള പാത്രത്തിലേക്ക് ഇട്ട് വെക്കണം. ഒന്ന് ചെറുതായിട്ട് തണുത്തതിന് ശേഷം നമുക്കതിനെ ചെറിയ ബോൾസായിട്ട് ഉരുട്ടിയെടുക്കണം. അപ്പോൾ നമുക്ക് ഉരുട്ടിയെടുക്കാൻ വേണ്ടി കയ്യിൽ കുറച്ചൊരു നെയ്യ് തേക്കണം കേട്ടോ. കയ്യിൽ ഒട്ടിപ്പിടിക്കൊന്നുമില്ല ഇത്, എന്നാലും അത് കുറച്ച് നെയ്യ് തേച്ചിട്ട് നമുക്ക് ബോൾസാക്കി അവിടെ മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് 1/2 ലിറ്റർ പാനിലേക്കിട്ട് പാലിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 2 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കും. ഇനി കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ലെങ്കിൽ പഞ്ചസാര കുറച്ചും കൂടെ കൂട്ടിയിട്ടാൽ മതി. കണ്ടൻസ്ഡ് മിൽക്ക് ഒരു നല്ല ടേസ്റ്റ് ആകട്ടോ, അത് ഒഴിവാക്കാതിരിക്കുന്നത് നല്ലത്. പിന്നീട് നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള ഞാൻ ചൗവരി കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, നല്ല ചെറിയ ബോൾസ് പോലത്തെ, അതും കൂടി ഇട്ട് കൊടുത്തു. ഇത് തിള വരുമ്പോഴത്തേനും നന്നായിട്ട് കുറുകി വരും. നല്ല ടേസ്റ്റ് ആകട്ടോ ഈ പായസം, ക്യാരറ്റ് ബോൾ പായസം കേട്ടോ. മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഞങ്ങളുടെ വീഡിയോ കാണുന്നവർ ഞങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഞങ്ങളിന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. അപ്പം ഈ ഈസ്റ്ററിനും വിഷുവിനും ഒരു ക്യാരറ്റ് ബോൾ പായസം ആവട്ടെ. താങ്ക്